അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് പഠനം. വിത്ർ എപ്പോൾ നമസ്കരിക്കണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൻ അബീ ദർറുൽ ഗഫാരി റളിയല്ലാഹു അൻഹു ഖാൽ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്ന റജുല ഇദാ സ്വല്ല മഅൽ ഇമാം ഹത്താ യൻസരിഫ് ഹസബലഹു ഖിയാമു ലൈല. അബൂ ദർറുൽ ഗഫാരി റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, ഒരാൾ നമസ്കാരം അവസാനിച്ച് പിരിയുന്നതുവരെ ഇമാമിൻ്റെ കൂടെ നിന്നു നമസ്കരിച്ചാൽ അയാൾ ഒരു രാത്രി മുഴുവൻ നിന്നു നമസ്കരിച്ചതായി കണക്കാക്കപ്പെടും. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ല സ്വഹീഹെന്ന് രേഖപ്പെടുത്തിയ ഹദീസാണ് ഇത്. ഇമാമിൻ്റെ കൂടെ നമസ്കരിക്കുന്ന എല്ലാവരും ഇമാമിൻ്റെ കൂടെ പൂർണ്ണമായും ഉണ്ടാവണം. ഇടയിൽ വെച്ച് പിരിയരുത്. ഇമാം സലാം വീട്ടി നമസ്കാരം അവസാനിപ്പിക്കുന്നതുവരെ കൂടെയുണ്ടായാൽ രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലം രേഖപ്പെടുത്തുമെന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. അതിനാൽ രാത്രി മുഴുവൻ പ്രതിഫലം ലഭിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ഇമാം അവസാനിപ്പിക്കുന്നതുവരെ ഇമാമിൻ്റെ കൂടെ നമസ്കാരത്തിൽ ഉണ്ടാവണം. എന്നാൽ റമദാനിൽ പല ആളുകളും വിത്ർ നമസ്കാരം ഒഴിവാക്കി ഇമാമിൽ നിന്നും വിട്ടു നിൽക്കാറുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രതിഫലത്തിൻ്റെ ഓഫറിൽ അവർ ഉൾപ്പെടുകയില്ല. അവർ കരുതുന്നത് രാത്രി ഖിയാമുൽ ലൈൽ തഹജ്ജുദ് നമസ്കരിച്ച് അതിനുശേഷം വിത്ർ നമസ്കരിക്കാം എന്നാണ്. എന്നാൽ ഇമാമിൻ്റെ കൂടെ ജമാഅത്തായി നമസ്കരിക്കുന്ന സമയത്ത് വിത്ർ പൂർണ്ണമായി നമസ്കരിക്കുന്നത് കൊണ്ട് തഹജ്ജുദ് നമസ്കാരത്തിന് ഖിയാമുൽ ലൈലിന് ഒരു തടസ്സവുമില്ല. മറ്റൊരു ഒറ്റയായ നമസ്കാരം ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രമേയുള്ളൂ. ഒരു രാത്രിയിൽ ഒരൊറ്റ തവണയെ ഒറ്റയായി നമസ്കരിക്കാവൂ. പള്ളിയിൽ നിന്ന് കിട്ടിയ വിത്ർ മതിയായതാണ്. ഇമാമിൻ്റെ കൂടെ വിത്ർ നമസ്കരിച്ച ശേഷം പിന്നീട് രാത്രിയുടെ അവസാന സമയത്ത് രണ്ട് റക്കാത്തായി ഇരട്ടയായി അവർക്ക് തഹജ്ജുദ് നമസ്കരിക്കാവുന്നതാണ്. അങ്ങനെയെങ്കിലാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ പ്രതിഫലം കിട്ടുകയുള്ളൂ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രാത്രി ഇശാഇന് ശേഷം വിത്ർ നമസ്കരിച്ചാണ് ഉറങ്ങിയിരുന്നത്. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു വിത്ർ നമസ്കരിക്കാതെ തഹജ്ജുദിന് ശേഷമാണ് വിത്ർ നമസ്കരിച്ചിരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെക്കുറിച്ച് പറഞ്ഞത്, അബൂബക്കർ റളിയല്ലാഹു അൻഹു വളരെ ജാഗ്രത പാലിച്ചു, ഉമർ റളിയല്ലാഹു അൻഹു ശക്തനായി എന്നാണ്. അഥവാ ഉറക്കത്തിൽപ്പെട്ടാൽ തഹജ്ജുദ് മാത്രമല്ല നഷ്ടപ്പെടുക, വിത്രും നഷ്ടപ്പെടും. അതിനാൽ അത് നഷ്ടപ്പെടാതിരിക്കാനുള്ള ജാഗ്രത കാണിച്ചു എന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു താൻ ഉണരുമെന്ന നല്ല ശക്തമായ ഉറപ്പോടുകൂടി വിത്രിനെ നീട്ടിവെക്കുകയാണ് ചെയ്തിരുന്നത്. ഉണരും എന്ന് ഉറപ്പുള്ളവർക്ക് രാത്രിയുടെ അവസാന യാമത്തിലേക്ക് വിത്ർ നീട്ടിവെക്കുന്നത് ഉത്തമമാണ്. എന്നാൽ ഉണരുകയില്ല അഥവാ ഉറങ്ങിപ്പോകുമോ എന്ന് പേടിക്കുന്നവർക്ക് ഉറങ്ങും മുമ്പ് തന്നെ വിത്ർ നമസ്കരിക്കലാണ് ഉത്തമം. ഈ വിഷയത്തിൽ എല്ലാ മദ്ഹബുകളും ഹനഫി, മാലിക്കി, ഷാഫി, ഹംബലി മദ്ഹബുകളെല്ലാം ഏകോപിച്ച അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. അഥവാ ഉറക്കത്തിൽ പെട്ടുപോകും, തഹജ്ജുദിന് ഉണരുകയില്ല എന്ന് ഭയക്കുന്നവർക്ക് ഉറങ്ങും മുമ്പ് തന്നെ വിത്ർ നമസ്കരിക്കലാണ് അഫ്ളൽ. അല്ലാത്തവർക്ക് എന്തായാലും ഉണർച്ച കിട്ടുമെന്നുള്ളവർക്ക് രാത്രിയുടെ അവസാന യാമത്തിലേക്ക് വിത്ർ നീട്ടിവെക്കലാണ് അഫ്ളൽ. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാഫ അല്ലാ യഖൂമ മിൻ ആഖിരിൽ ലൈൽ, രാത്രിയുടെ അവസാനത്തിൽ ഉണർന്നെഴുന്നേൽക്കുകയില്ല എന്ന് പേടിച്ചാൽ ഫല്യൂത്തിർ അവ്വലഹു, അവർ ആദ്യം തന്നെ വിത്ർ നമസ്കരിച്ചു കൊള്ളട്ടെ. വമൻ തമിയ അൻ യഖൂമ ആഖിറഹു ഫല്യൂത്തിർ ആഖിറൽ ലൈൽ, എന്നാൽ ഒരാൾ രാത്രിയുടെ അവസാന സമയത്ത് ഉണർന്നെഴുന്നേറ്റ് നമസ്കരിക്കും എന്നാഗ്രഹമുണ്ടെങ്കിൽ, അതിന് കഴിയുമെങ്കിൽ അവർ വിത്ർ രാത്രിയുടെ അവസാനത്തേക്ക് നീട്ടിവെക്കട്ടെ. ഫഇന്ന സ്വലാത്ത ആഖിരിൽ ലൈലി മഷ്ഹൂദ, രാത്രിയുടെ അവസാന സമയത്തുള്ള നമസ്കാരം സാക്ഷ്യം വഹിക്കുന്നതാണ്. വദാലിക അഫ്ളൽ, അതാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ തന്നെ അനുമതി നൽകിയ കാര്യമാണ് വിത്ർ. ഇത്തരം അവസ്ഥയിൽ
ഇഷായിൻ്റെ ശേഷം നമസ്കരിക്കാമെന്ന്. അതിനാൽ തന്നെ ഈ ഹദീസിൽ പറഞ്ഞ ഇമാമിൻ്റെ കൂടെ പൂർണ്ണമായും നമസ്കരിച്ചതിൻ്റെ പേരിൽ രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലം ലഭിക്കണമെങ്കിൽ ഇടയിൽ വെച്ച് എഴുന്നേൽക്കാതെ വിത്ർ അവസാനിക്കുവോളം ഇമാമിൻ്റെ കൂടെ ഉണ്ടാവുകയും തഹജ്ജുദിൻ്റെ സമയത്ത് പിന്നീട് ഒറ്റയായി നമസ്കാരം അവസാനിപ്പിക്കാതെ ഈ രണ്ടായി നമസ്കരിക്കുകയും ചെയ്യുക എന്നതാണ് ചെയ്യേണ്ടത്. അങ്ങനെ 2 പ്രതിഫലവും ഒപ്പം നേടിയെടുക്കാൻ സാധ്യമാകണം. ഇപ്പോൾ റമദാനിൽ വിത്ർ ജമാഅത്തായി പള്ളിയിൽ നമസ്കരിക്കപ്പെടുന്ന സന്ദർഭങ്ങളിലെ ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്നുള്ളൂ. അല്ലാത്ത സന്ദർഭങ്ങളിൽ ഒറ്റക്കൊറ്റക്ക് നമസ്കരിക്കുമ്പോൾ ഈ പ്രശ്നം വരുന്നില്ല. ജമാഅത്തായി പള്ളിയിൽ വിത്ർ നമസ്കരിക്കുന്ന ഇടങ്ങളിൽ അവസാനം വരെ നമസ്കരിച്ച് രാത്രി പൂർണ്ണമായി നമസ്കരിച്ച പ്രതിഫലം നേടുകയും പിന്നീട് അത്താഴത്തിന് ഉണരുന്ന സമയത്ത് ഒറ്റയാക്കാതെ 2 റക്അത്തായി ഖിയാമുൽ ലൈൽ നിർവഹിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെ ശരിയാവിധം പഠിക്കാനും ജീവിതത്തിൽ ഉൾക്കൊള്ളാനും അതുവഴി പരമാവധി പ്രതിഫലം നേടിയെടുക്കാനും നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.